റോബോട്ടിക്സ് എന്നുള്ള പദം നമ്മളെല്ലാവരും കേട്ട് പരിചിതമായിട്ടുള്ളൊരു പദമാണ്. പക്ഷേ റോബോട്ടിക്സ് പഠിച്ചതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ റോബോട്ടിക്സ് പഠിക്കുക എന്നുള്ളൊരു ഫീൽഡിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റോബോട്ടിക്സ് പഠിച്ചുകൊണ്ട് എന്താണ് നേടുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ റോബോട്ടിക്സ് പഠിച്ചുകൊണ്ട് എവിടെയാണ് നമുക്കത് ഉപയോഗിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെയധികം പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അവർക്കായിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസുകൾ അല്ലെങ്കിൽ നമുക്കായിട്ട് നോക്കിയിട്ട് പറയാം. നമ്മുടെ മണിയമ്പിള്ള രാജു ചേട്ടൻ്റെ ഹോട്ടൽ, കണ്ണൂർ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് അവിടെ സെർവൻ്റ് ആയിട്ടുള്ളത് റോബോട്ടുകളാണ്. അതായത് നമുക്ക് ഫുഡ് കൊണ്ടുവരാനും അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് ആവശ്യമുള്ളത് അത് കൊണ്ടുവരുന്നതെല്ലാം റോബോട്ടുകളായിരുന്നു. രണ്ടാമത്തേത്, നമ്മുടെ ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ പരസ്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് കാണാൻ പറ്റും റോബോട്ടിക് സർജറി. റോബോട്ടിക് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, മനുഷ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന സർജറി റോബോട്ടിക്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സർജറി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് മൂലം മെഡിക്കൽ എറേഴ്സ് വളരെയധികം കമ്മിയാവുകയും അക്യുറസിയും പ്രിസിഷനും വളരെയധികം കൂടുകയും ചെയ്യുന്നൊരു നിലയിലേക്ക് നമ്മുടെ റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ നിലവിലുള്ള യുദ്ധങ്ങളിലായാലും മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് എല്ലാം റോബോട്ടിക്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയണം, നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഒരു സ്കൂളിൽ 5 സബ്ജക്റ്റ് എടുക്കുന്നത് ഒരു റോബോട്ടിക് ടീച്ചറാണ്. അതുപോലെ തന്നെ ലണ്ടനിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കുക്ക് ചെയ്യുന്നത് ഒരു റോബോട്ടാണ്. സോ ഏതൊരു മേഖല വന്നു കഴിഞ്ഞാലും റോബോട്ടുകൾ നമ്മുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ റോബോട്ട് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ പോലെ കയ്യും തലയും ഉള്ള റോബോട്ടുകൾ മാത്രമല്ല. ഒരു ടെസ്ല കാർ, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ടെസ്ല കാർ എന്ന് പറയുന്നതും ഒരു റോബോട്ടാണ്. അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു കാറുകളെ പോലെയുള്ള എല്ലാം റോബോട്ടുകളാണ്. സോ ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നമുക്ക് പഠിക്കുന്നതിനോടൊപ്പം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ ഇതിലേക്ക് ആദ്യം എത്താനായിട്ടൊരു ചുവട്ടുപടി എന്നുള്ള രീതിയിൽ നമ്മളൊരു റോബോട്ടിക് കോമ്പറ്റീഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റോബോ ഗുസ്തിയും റോബോ ഫുട്ബോളും അതുപോലെ തന്നെ റോബോ സ്പ്രിൻറ്റ്, അതായത് ഓട്ട മത്സരവും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്ത് ആ ഒരു കുട്ടികൾക്ക് റോബോട്ടിക്സിലുള്ള താല്പര്യം വളർത്തിയതിന് ശേഷം അതിൽ നിന്നും പടിപ്പടിയായിട്ട് അവരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് യാബോട്ട് അക്കാദമിയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് റോബോ ഒളിമ്പിക്സ് എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എത്രയും ക്യാഷ് പ്രൈസിൽ എത്രയും സ്കൂൾ സ്റ്റുഡൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു കോമ്പറ്റീഷൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് റോബോ CETയും റോബോട്ടിക്സ് ക്ലബ് LBSും തമ്മിൽ വരുന്നത്. സോ ഇതൊരു വലിയ കോമ്പറ്റീഷൻസും മറ്റു കാര്യങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഇവൻറ്റ് റോബോ ഒളിമ്പിക്സ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒളിമ്പിക്സ് ഗെയിം പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റോബോട്ടിക്സിൻ്റെ രീതിയിൽ ഒരു ചെറിയ ഗെയിം, അതായത് മനുഷ്യർ കളിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കൊച്ചു കൊച്ചു റോബോട്ട്സിനെ കുട്ടികളായിട്ട് ഉണ്ടാക്കിയിട്ട് അവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് റോബോ ഒളിമ്പിക്സ് കൊണ്ട് നേടുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം നടത്തുമ്പോൾ നമ്മൾ കേരളത്തിലെ കുട്ടികളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കേരള സ്കൂൾസിൽ നിന്നും കുട്ടികൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിലിപ്പം എല്ലാ കാറ്റഗറീസിനും ഉണ്ട്. അതായത് 7 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാറ്റഗറി, 7ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് അടുത്ത കാറ്റഗറി. അതുകൂടാതെ നമ്മൾ സീനിയേഴ്സ്, അതായത് കോളേജ് സ്റ്റുഡൻസ് ആട്ടെ പേരൻസ് ആട്ടെ എല്ലാവർക്കും വേണ്ടി സീനിയേഴ്സിൻ്റെ ഒരു കാറ്റഗറി. ഈ 3 കാറ്റഗറിയിൽ നമ്മൾ ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് 6 ഇവൻറ്റ്സ് ആണ് വരുന്നത്. റോബോ റെസ്ലിംഗ്, റോബോ ഫുട്ബോള്, റോബോ ഇക്വസ്റ്റേറിയൻ, റോബോ സ്പ്രിൻറ്റ്, റോബോ സ്റ്റീപ്പിള്. ഇതിൽ റോബോ റെസ്ലിംഗ് എന്ന് പറയുമ്പോൾ റോബോ വാറാണ്. 2 ടീം കാണും. 2 ടീമും ഇൻഡിവിജ്വലായിട്ട് റോബോട്ട്സിനെ ഉണ്ടാകും, ചെറിയ റോബോട്ട്സിനെ ഉണ്ടാകും. അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും റോബോ വാറ്. ഇനി റോബോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ കളിക്കുന്ന പോലെ തന്നെ കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ റോബോട്ട്സിനെ ഉണ്ടാക്കിയിട്ട് ഓരോ ബോൾസ് വെച്ചിട്ട് അവർ ആ റോബോട്ട്സിനെ കൊണ്ട് റോബോ സോക്കർ കളിപ്പിക്കുന്നതായിരിക്കും റോബോ ഫുട്ബോൾ. ഇക്വസ്റ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഒരു ഇവൻ്റാണ്. ഒരു റോബോ മെയ്സും അതുപോലെ തന്നെ ഒരു ക്യാരംസ് ഗെയിം, ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഈ ഇവൻറ്റ്സിൻ്റെ എല്ലാം ഇവൻറ്റ് അറീന ആ സമയത്തായിരിക്കും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. പിന്നുള്ളത് റോബോ സ്പ്രിൻറ്റ്. റോബോ സ്പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ലൈൻ ഫോളോവർ എന്നായിരിക്കും. അതായത് ഒരു ലൈൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ പർട്ടിക്കുലർ ടാസ്ക് കാണും. ആ ടാസ്ക് ഒക്കെ തരണം ചെയ്ത് ഇത് ഓട്ടോണോമസ് ആയിട്ട് മൂവ് ചെയ്യണം. അതാണ് റോബോ സ്പ്രിൻറ്റ്. ഇനി റോബോ സ്റ്റീപ്പിൾ എന്ന് പറഞ്ഞാൽ റേസ് ആയിരിക്കും. ഒന്നോ അതിൽ കൂടുതലോ റോബോട്ട്സിനെ ഉണ്ടാക്കാം. എന്നിട്ട് ഇവർ റേസ് ചെയ്യണം. ഏറ്റവും മിനിമം സമയത്ത് ആരാണോ വിൻ ചെയ്യുന്നത് അതായിരിക്കും വിന്നർ. അങ്ങനെ ഈ 6 പിന്നെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, റോബോ ഒളിമ്പിക്സ്. അതായത് കുട്ടികളുടെ ഭാവന വരുന്ന എന്ത് വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കാം. സോഫ്റ്റ്വെയർ ആവാം, ഹാർഡ്വെയർ ആവാം, എന്ത് വേണമെങ്കിലും അതൊരു എക്സിബിഷൻ ടൈപ്പ് ആയിരിക്കും. അവരുടെ ക്രിയേറ്റിവിറ്റിക്കും അവർ ആ പ്രൊജക്റ്റിനിട്ട് എഫേർട്ടിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് സമ്മാനം ലഭിക്കുക. ഇങ്ങനെ ഒരു 6 തരം കോമ്പറ്റീഷനാണ് നമ്മളിതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 6 കോമ്പറ്റീഷനിൽ 4 എണ്ണം, അതായത്
ഇക്വസ്റ്റേറിയനും റോബോ ഒളിമ്പിക്സും ഒഴിച്ച് ബാക്കി 4 എല്ലാ കാറ്റഗറിക്കും കുട്ടികൾക്കും സീനിയേഴ്സിനും ഒരുപോലെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഇക്വസ്റ്റേറിയനും റോബോ ഒളിമ്പിക്സും മാത്രം, ബ്രൈറ്റ് ഒളിമ്പ്യനും മാത്രം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഇവൻറ്റ്. ഇങ്ങനെ മൊത്തം 6 ഇവൻ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരുന്ന സ്കൂളിന് നമ്മൾ സമ്മാനം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്ന സ്കൂളിന് നമ്മളൊരു സ്പെഷ്യൽ ട്രോഫി വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂളുകൾക്കും നമ്മൾ ഡിഫറെൻറ്റ് ട്രോഫീസ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ പ്രൈസ് വരുന്നത് നമ്മുടെ 2.5 lakhs ക്യാഷ് പ്രൈസാണ് നമ്മുടെ ഇവൻറ്റിന് മൊത്തത്തിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് നൽകുന്നത്. നമ്മൾ വെക്കുന്നതല്ല, 2.5 lakhs പ്ലസ് ട്രോഫീസ് പ്ലസ് മെഡലായിരിക്കും നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത്. അതായത് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതായിരിക്കും. അതിന് വരുന്ന കുട്ടികളെല്ലാം അവരുടെ എഫേർട്ടിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കൊണ്ടിട്ടേ പോവുള്ളൂ. യാബോട്ട് അക്കാഡമി എന്ന് പറയുമ്പോൾ കിഡ്സിൽ റോബോട്ടിക്സിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു അക്കാഡമിയാണ്. അത് 8 to 15 years വരെയുള്ള സ്റ്റുഡൻസിനാണ് ഈ യാബോട്ട് അക്കാഡമി എന്ന് പറയുന്നത്. സോ നമ്മുടെ യാബോട്ട് അക്കാഡമിയുടെ CEOs എന്ന് പറയുന്നത് രഞ്ജിത്ത് സാറും ദീപക് സാറുമാണ്. രഞ്ജിത്ത് സാറ് നമ്മുടെ ഫേസ്ബുക്കിലെ അലുമിനിയാണ്. ദീപക് സാറ് IIM-ലെ ബാംഗ്ലൂരിലെ അലുമിനിയാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പ്രീമിയർ ചെസ് അക്കാഡമി. കിഡ്സിൽ ചെസ്സിൻ്റെ ഇൻട്രസ്റ്റ് പാഷൻ കൊണ്ടുവരാൻ വേണ്ടി പ്രീമിയർ ചെസ് അക്കാഡമിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുട്ടികളിൽ റോബോട്ടിക്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ യാബോട്ട് അക്കാഡമി എന്ന് പറയുന്നത്. സോ യാബോട്ട് അക്കാഡമിയിൽ പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ കിഡ്സിൽ ഒരു റോബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ബിഗിനിങ് തൊട്ട് അതിൻ്റെ AI ലെവൽ വരെ പഠിപ്പിക്കും. അതാണ് യാബോട്ട് അക്കാഡമിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ബേസിക്സ് എങ്ങനെയാണ് സർക്യൂട്ട് കണക്ഷൻ തൊട്ട് AI ലെവൽ വരെയുള്ള ഫുൾ പ്രൊസീജിയർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് സെഷൻസിന് അപ്പുറം ഒരു മേക്കേഴ്സ് ലാബ് സെഷൻ എന്ന് പറയുന്ന ഒരു സൺഡേ ഇവൻറ്റ് കൂടെ ഉണ്ട്. അതായത് യാബോട്ടിലുള്ള എല്ലാ കുട്ടികളും ചേർന്ന് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യും. അതായത് ബേസിക് റോബോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ യാബോട്ട് അക്കാഡമി ഈ ഇവൻറ്റ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾ ഈ 8 to 15 years വരെയുള്ള കുട്ടികൾ ഇത്രയും വലിയൊരു റോബോട്ടിക് ഇവൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല. അവർ ചെസ്സിൻ്റെ വലിയൊരു ഇവൻറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രീമിയർ ചെസ് അക്കാഡമി തന്നെ നടത്തുന്ന വലിയൊരു ഇവൻറ്റ് എല്ലാ മന്തും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഇടയ്ക്ക് റോബോട്ടിൻ്റെ ഇവൻറ്റും അവരറിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ റോബോ ഒളിമ്പിക്സ് ഇവിടെ നടത്തുന്നത്. പിന്നെ റോബോ ഒളിമ്പിക്സ് നടത്തുന്നത് കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ ഈ റോബോട്ട് എന്താണ്, ഓക്കെ അവരൊരു റോബോട്ട് കാണും, പല ടൈപ്പ് ഓഫ് റോബോട്ട്സ് ഉണ്ട്, അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് കൂട്ടുക എന്നൊരു എയിമാണ് നമ്മൾ ഈ റോബോ ഒളിമ്പിക്സിൽ നോക്കുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് റോബോട്ട് ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ നമ്മളിവിടെ ഫ്രീ വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്. യാബോട്ട് അക്കാഡമിയിൽ എല്ലാ സാറ്റർഡേയ്സും സൺഡേയ്സിലും ഫ്രീ വർക്ക്ഷോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് റോബോട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ സാറ്റർഡേയ്സിലും സൺഡേയ്സിലും ഈ നമ്മുടെ യാബോട്ട് അക്കാഡമിയിൽ വന്ന അവർക്ക് വർക്ക്ഷോപ്പിലൂടെ റോബോട്ട് മേക്കിംഗ് പ്രോസസ്സും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. സോ ഇത് നമ്മുടെ റോബോ സോക്കർ കോമ്പറ്റീഷനാണ്. ഇതുപോലെയുള്ള 2 ബോട്ട് ഉണ്ടാവും. പല വെയിറ്റ് കാറ്റഗറിയിലും റോബോ സോക്കർ വരുന്നുണ്ട്. 2 ബോട്ടുകൾ തമ്മിൽ ഫുട്ബോൾ കളിക്കണം. ഒരു ബോൾ ഉണ്ടാവും, ഇതിനായിട്ട് സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തൊരു അറീന ഉണ്ടാവും. ആ അറീനയിൽ 2 സൈഡും ഗോൾ പോസ്റ്റ് ഉള്ളതിലേക്ക് ബോൾ ഇടുന്ന സമയത്ത് ഗോൾ ആവുകയാണ് ചെയ്യുക. അത് പല ടൈം ഡ്യൂറേഷനിൽ 3 minutes 4 minutes 5 minutes എന്നുള്ള രീതിയിൽ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പല രീതിയിലും ഇൻ്റർനാഷണൽ ലെവലിൽ പല രീതിയിലുള്ള കോമ്പറ്റീഷൻസ്, റോബോ റെസ്ലിംഗ്, റോബോ ലൈൻ ഫോളോവർ, പിന്നെ റോബോ റേസ്, അങ്ങനെ പല രീതിയിലുള്ള പല കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോ വാറാണ്, അല്ലെങ്കിൽ റോബോ റെസ്ലിംഗ്. 2 റോബോട്ടുകൾ തമ്മിൽ ഒരു യുദ്ധം തന്നെ ചെയ്യുകയാണ്. മനുഷ്യന്മാർ ബോക്സിങ് ചെയ്യുന്ന പോലെ, ഒരു ഗോതിയിലിരുന്ന് ബോക്സിങ് ചെയ്യുന്ന പോലെ 2 റോബോട്ടുകൾ തമ്മിൽ ഒരു ഫൈറ്റിംഗ് തന്നെയാണ് റോബോ വാറിൽ വരുന്നത്. 100 gram മുതൽ 110 kilogram വരെയുള്ള റോബോ വാറുകൾ നിലവിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ യാബോട്ടിൻ്റെ ഓൺ പ്രൊഡക്റ്റാണ്, അസ്ത്ര എന്ന് പറഞ്ഞത്. ഞങ്ങൾ 2023 ടെക്നോക്സിൻ ഒളിമ്പിയാഡിൽ കൊണ്ടുപോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വാർ റോബോട്ടാണ്. ഇത് കിലോഗ്രാം കാറ്റഗറി വരുന്നത് 30 kilogramൻ്റെ അണ്ടറിലുള്ളതാണ്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ചക്രമാണ്. 360 degree കറങ്ങും, അതായിരുന്നു ഞങ്ങളുടെ ഈ യുണീക്നെസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഒരു യുണീക്കാണ്. നമുക്ക് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഇത് ഇപ്പോൾ ഇങ്ങനെ പോയാലും നമുക്ക് യൂസ് ആയിട്ട് ചെയ്യാം. സോ നമുക്ക് റോബോട്ടിക്സ് പ്രൊജക്റ്റോ അല്ലെങ്കിൽ പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടി അനുഭവിക്കുക ഓരോ കമ്പോണൻസും എവിടെ നിന്ന് വാങ്ങിക്കും, എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഒരു ടൈമിനകത്ത് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്.
സോ അതിനായിട്ട് യാബോട്ട് സ്റ്റോർ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റോറിനകത്ത് റോബോട്ടിക്സ് പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണൻസും അവൈലബിൾ ആണ്. ഇവിടെ വന്നതിനെ നേരിട്ട് തന്നെ നോക്കി കണ്ട് നമുക്ക് ഓരോ കമ്പോണൻസും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ചെറിയ കമ്പോണൻസ് മുതൽ ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള കമ്പോണൻസ് അടക്കം നമ്മുടെ യാബോട്ട് സ്റ്റോറിൽ അവൈലബിൾ ആണ്.